കോഴിക്കോട് വിദ്യാർത്ഥി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ ഇന്നും പേരാമ്പ്രയിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ RTO ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്രയിൽ ബസ്സുകൾ തടഞ്ഞു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വിദ്യാർത്ഥി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം? പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞോ? വിവരങ്ങൾ. ജവാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് ഇവിടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം പിന്നീട് RTO ഓഫീസിലേക്ക് വരെയാണ് എത്തിയിട്ടുള്ളത്. ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഈ ബസ് സർവീസുകൾ നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ ബസിന്റെ കീ വരെ ഊരിക്കൊണ്ടു പോവുകയും അതോടൊപ്പം തന്നെ ഇത് മാറ്റാൻ ശ്രമിച്ച പോലീസുകാരെ തടയുകയും അതോടൊപ്പം തന്നെ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ജീപ്പിന്റെ മുൻവശത്ത് റീത്ത് വെക്കുകയും ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ RTO ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് വരികയും ഇവിടെ വെച്ച് RTO ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ചില പ്രവർത്തകർ മതിൽ ചാടി RTO ഓഫീസിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴ വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായി RTO ഇടപെടണമെന്നും ഇത്തരത്തിൽ ബസ് സർവീസുകൾ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായി നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് SDPI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നതാണ്. SDPIയുടെ ചില പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും ഇതിനോടകം തന്നെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി അല്പസമയത്തിനകം തന്നെ RTO ഓഫീസിന് മുൻപാകെ എത്തുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നും ഈ പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തേക്ക് കോഴിക്കോട് നിന്നും പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തേക്കും കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ഒന്നും തന്നെ നിലവിൽ ബസ് സർവീസുകൾ ഒന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് സർവീസുകൾ ഒന്നും തന്നെ ഇതുവഴി സർവീസ് നടത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്ന് നാദാപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പോവേണ്ടിയിരുന്ന ബസ്സാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇവിടെ തൊട്ടടുത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ബസ്സുകൾ മാത്രമേ ഇന്ന് സർവീസ് നടത്തുന്നുള്ളൂ. അല്ലാത്ത ഒരു ബസ്സുകളും ഇന്ന് സർവീസ് നടത്തുന്നില്ല. ഇത് ബസ് സർവീസ് നടത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇനിയിപ്പോൾ അടുത്തതായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തുന്നത്. അതിനുശേഷം BJP പ്രവർത്തകരും അതിനുശേഷം DYFI പ്രവർത്തകരും ഇവിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടിച്ചു തെറിപ്പിച്ച ഒമേഗ ബസ്സിനെതിരെ കൃത്യമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇന്നലെയും വൈകിട്ട് മുതലും അതുപോലെ തന്നെ രാവിലെയും എല്ലാം തന്നെ KSRTC ബസ്സുകളാണ് നിരത്തിൽ സർവീസ് നടത്തുന്നത്. ഈ നാദാപുരം ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് അധികവും KSRTC ബസ്സുകളാണ് ഇന്ന് നിരത്തിൽ ഇറങ്ങുന്നത്. മറ്റ് സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഇന്നും ഇന്നലെയുമായിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഒന്നും തന്നെ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. കാത്തു.
ശരി, കോഴിക്കോട് വിദ്യാർത്ഥി ബസ് ഇടിച്ചു മരിച്ച സംഭവത്തിൽ ഇന്നും പേരാമ്പ്രയിൽ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ RTO ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ BJPയുടെയും തീരുമാനങ്ങൾ. ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് RTO ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഭിനയാണ് വിവരം നൽകിയത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. अब तक जो मुझे जानकारी दी गई है उस हिसाब से पिछले 10 वर्ष में जो पानी का भंडार हुआ है इस बार वो करीब करीब 3 गुना हुआ है, जिसका आने वाले दिनों में भी देश के अर्थतंत्र को बहुत लाभ होगा। साथियों, ये मानसून सत्र राष्ट्र के लिए